ഹലോ കൂട്ടുകാരെ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബോയിൽഡ് എഗ്ഗ് ഫ്രൈ ആണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട പുഴുങ്ങി എടുക്കുവാണ് കേട്ടോ. പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 കഷ്ണങ്ങളായിട്ട് എടുക്കണേ. 2 or 4 കഷ്ണങ്ങളായിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 2 കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കല്ലെടുക്കുക, അല്ലെങ്കിൽ ഒരു മിക്സി ജാർ എടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, നമ്മുടെ പേരും ജീരകം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊടിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ക്രഷ് ചെയ്ത് അതിനകത്തോട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഒരു പൊടിയാണ് കേട്ടോ ഇത് ഇതിനകത്തേക്ക് ഇടേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാവേ. പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഡയറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മുടെ മുട്ടയുണ്ടല്ലോ, മുട്ട അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കമത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും മുരിച്ചെടുക്കാം. അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ ആ സവാളയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ പൊക്കത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അമുക്കി കൊടുക്കാവേ. അമുക്കി കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് ആ സവാളയൊക്കെ ഒന്ന് അതിനകത്ത് പിടിച്ച് കിട്ടും, അതിന് വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എണ്ണ തോന്നുന്നുണ്ടെങ്കിൽ ഡയറ്റ് എടുക്കുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി, ഓയിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓയിലല്ല, ഇത് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയേ. അപ്പോൾ അത് തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വേണം, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ സവാളയൊക്കെ അതിനകത്തോട്ട് നല്ലപോലെ പിടിച്ച് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പുളിക്ക് വേണ്ടി മാത്രം ഇച്ചിരി നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാവേ. അത്രയേ ഉള്ളൂ, നമ്മുടെ മലബാർ സ്റ്റൈല് മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വെറുതെ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.